പുല്ലുവഴിയിലെ പുറമ്പോക്ക് ഭൂമിയിൽ മണ്ണെടുപ്പിന് അനുമതി നൽകിയതിൽ വ്യാപക പ്രതിഷേധം. പ്രതിരോധം തീർത്ത് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നാട്ടുകാരുമടങ്ങുന്ന 20 അംഗ സംരക്ഷണ സമിതി രൂപീകരിച്ചു. യോഗം എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുല്ലുവഴി മലമുറി മുതൽ നെല്ലിമോളം വരെ നീണ്ടുകിടക്കുന്ന മലമുറി മലയിൽ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തം. നടപടിക്കെതിരെ പ്രതിരോധവുമായി പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നാട്ടുകാരുമടങ്ങുന്ന 20 അംഗ സംരക്ഷണ സമിതി രൂപീകരിച്ചു. രായകുളം പഞ്ചായത്തിന്റെ വാർഡ് 16 വീണ്ടും മണ്ണ് മാഫിയകളുടെ വിളയാട്ടം തുടരുകയാണ്. ഇപ്പോൾ കേരള സ്കൂളിന് പുറകുവശത്തായി ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ എന്താവശ്യത്തിനാണെന്ന് പറയാതെ തന്നെയുള്ള പെർമിറ്റാണ് മണ്ണെടുക്കുന്നതിനായി ലഭിച്ചിരിക്കുന്നത്. ഇത് എത്രമാത്രം ജനങ്ങളെ അവരുടെ ദൂഷ്യങ്ങളിലേക്ക് തള്ളിവിടും എന്ന് നമ്മൾക്കിപ്പോൾ പറയുവാനാകില്ല. കാരണം ഈ മലയുടെ തൊട്ടടുത്ത് തന്നെയാണ് 1000-ലധികം വരുന്ന സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന കേരള സ്കൂളും അതോടൊപ്പം തന്നെ SC/ST വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന 2 കോളനികളും. ഈ പ്രദേശത്ത് വളരെയധികം ജലക്ഷാമം രൂപപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ തന്നെ വെള്ളത്തിന് അതിയായ ഷോർട്ടേജ് ഉള്ള സമയത്ത് ഈ മണ്ണും കൂടി എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് മാറും. അതോടൊപ്പം തന്നെ ഇവിടെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ മലമുറി മുതൽ മുടത്തോട് വരെയുള്ള ഭാഗങ്ങളിലെയുള്ള 16-ാം വാർഡിലെ മുഴുവൻ മലകളും സംരക്ഷിക്കണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. രൂപീകരണ യോഗം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായി പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ്, RM രാമചന്ദ്രൻ, ശാരദാ മോഹൻ, 11-ാം വാർഡ് മെമ്പർ മിനി നാരായണൻകുട്ടി, രാജപ്പൻ S തെയ്യാരത്ത്, പരിസ്ഥിതി പ്രവർത്തകൻ വർഗീസ് പുല്ലുവഴി എന്നിവരെ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് VO ജോയ് സംരക്ഷണ സമിതി ചെയർമാനായും പോൾസൺ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് ചെയർമാനായി സദാനന്ദൻ, ജോയിന്റ് കൺവീനറായി രഞ്ജിത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ N പ്രസാദ്, EV ജോർജ്, OS അനീഷ്, ബിപിൻ നാരായണൻ, മൈദീൻ പിള്ള, പോളച്ചൻ, ജെയ്സൺ MP, ഉണ്ണി AK, പ്രദേശവാസികളായ ജയൻ SP, സോജി റെജി, ജിജി കുര്യാക്കോസ്, NC തോമസ്, രഞ്ജു കൃഷ്ണൻ, ഷിബു K മാത്യു എന്നിവരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തീരുമാനിച്ചു. മലമുറി മുതൽ ജയകേരളം ഗിരിനഗർ വരെയുള്ള മല സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ പഞ്ചായത്ത്, MLA, വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, CPMൻ്റെ പ്രവർത്തകർ, CPIയുടെ പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ, മറ്റ് സ്വതന്ത്ര കക്ഷി പാർട്ടി നേതാക്കന്മാർ, അതുപോലെ തന്നെ ജയകേരള സ്കൂളിലെ മാനേജ്മെൻറ്റ്, തൊട്ടടുത്ത പള്ളി, അതുപോലെ തന്നെ സെൻറ് തോമസ് പള്ളി, ഇങ്ങനെയുള്ള ഒരുപാട് ജനപ്രതിനിധികളുടെ വലിയൊരു സമര യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ മലയിൽ നിന്നും ഒരു തരി മണ്ണ് കൊണ്ടുപോകാൻ അത് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസവും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം വലിയൊരു സമര, എനിക്ക് തോന്നുന്നത് കേരളം കണ്ടതിൽ ഇനി അടുത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രക്ഷോഭം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, ഇവിടെ ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ ചെറുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ വരെയും വീട്ടമ്മമാർ വരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനിടയായി. അതുപോലെ കളക്ടറെ കണ്ട് നേരിട്ട് പരാതി കൊടുക്കാൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, മൈനിങ് ആൻഡ് ജിയോളജി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റായ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
മന്ത്രിതലത്തിലും നിയമസഭയിൽ വരെ ഉന്നയിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പോകുന്നത്. സാധാരണക്കാരും SC, ST പിന്നോക്ക ജനവിഭാഗങ്ങളും അടങ്ങുന്ന നൂറുകണക്കിന് വീടുകളാണ് മലമുറി ഭാഗത്തുള്ളത്. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ മാത്രം 26 ഏക്കറോളം പുറമ്പോക്ക് ഭൂമിയുണ്ട്. അതിൽ 80 സെന്റോളം പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടുന്ന 2.5 ഏക്കർ മലയാണ് മണ്ണെടുക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. നവംബർ മാസം മുതൽ തന്നെ വലിയ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് ഇവിടം. ഈ മലയുടെ സമീപത്തായിട്ടാണ് 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മലകൾ ഇല്ലാതായാൽ സ്കൂളിലെ കുട്ടികൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ ഉടലെടുക്കും. വരും കാലത്ത് വലിയ വരൾച്ച ബാധിത പ്രദേശമായി മാറും പുല്ലുവഴി. കൂടാതെ ഈ മലയിൽ മണ്ണെടുപ്പ് നടത്തിയാൽ സമീപകാലത്ത് നമ്മൾ കണ്ട വയനാട് ദുരന്തത്തേക്കാൾ ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ ദുരന്തം തന്നെ സംഭവിച്ചേക്കാം എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഈ സാഹചര്യത്തിൽ നിലവിൽ നൽകിയിരിക്കുന്ന അനുമതി പിൻവലിക്കണം എന്ന് മല സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഇപ്പോൾ മണ്ണെടുക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുടെ ആ പ്രദേശത്തിൻ്റെ പ്രധാന ഭാഗത്ത് തന്നെ ഏറ്റവും മുകളിലായിട്ട് ഈ മലയുടെ ഉള്ളിൽ കൂടി ഒരു തുരങ്കമുണ്ട്. അത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ അതിലൂടെ കുറച്ച് ദൂരമെങ്കിലും നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കിണറിൽ കൂടെ ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്ററൊക്കെ നടന്നു പോയ ഒരു ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. ആ ഗുഹ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മൗത്ത് ഇപ്പോഴും ഓപ്പണായിരിക്കുന്നത്. ഇത് പുരാവസ്തു വകുപ്പ് ഇതിൻ്റെ അകത്ത് ഇടപെട്ട് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ച് വേണ്ട പരിശോധനകൾ നടത്തി ഈ ഗുഹ ഉൾപ്പെടെയുള്ള ഈ പ്രദേശം, ഈ ഗുഹ നശിച്ചു പോകാതെ നമ്മുടെ പുരാവസ്തു വകുപ്പ് ഇതിൻ്റെ അകത്ത് ഇടപെടണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. മീഡിയ സിറ്റി പെരുമ്പാവൂർ.